പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ 3 അതിഥികൾ വന്നിരുന്നു. അതിൽ ഒരാൾ പ്രൊഫസർ ടി ജെ ജോസഫ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തോടൊപ്പം 2 ഡോക്ടർമാരും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭവനത്തിലെത്തിയിരുന്നു. അതിൽ ഒരു ഡോക്ടർ പത്തനംതിട്ട കുമ്പഴ സ്വദേശി ക്ലൈറ്റസ് ജോൺ മാത്യു എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം കേംബ്രിഡ്ജ് ഹിൻയുങ് ബ്രോക്ക് ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. 2 ദിവസം മാത്രമാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ബാക്കി ദിവസങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ലോക യാത്രയിലാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യ ശ്രീലേഖയും ഇപ്പോൾ യാത്രയിലാണ്. 2ാമത്തെ ഡോക്ടർ മോഹൻ ജോർജാണ്. അദ്ദേഹം സൗത്ത് പോർട്ടിലെ മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഈ 2 ഡോക്ടർമാരും വ്യത്യസ്തങ്ങളായ 2 പ്രതിഭകളാണ്. അതിൽ ഈ കുമ്പഴ സ്വദേശി ക്ലൈറ്റസ് ജോൺ മാത്യു എന്ന് പറയുന്ന കേംബ്രിഡ്ജിലെ ഡോക്ടർ എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അദ്ദേഹത്തിന് ചീട്ടുകളിൽ താല്പര്യമുണ്ടായിരുന്നു. അപ്പം ഞാനും ജോസഫ് സാറും ഈ മാത്യു സാറും കൂടെ, അദ്ദേഹത്തെ ബോസ് എന്നാണ് വിളിക്കുന്നത്, കൂടെ ചീട്ട് കളിച്ചു. അതോടൊപ്പം തന്നെ മെൻ്റൽ ഹെൽത്ത് മേഖലയിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് സാബു ഫിലിപ്പും അതോടൊപ്പം തന്നെ മറ്റ് 2-3 നേഴ്സുമാരും ഒക്കെ ആയിട്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ എങ്ങനെയാണ് എല്ലാ മനുഷ്യരിലും മെൻ്റൽ ഹെൽത്ത് ഉണ്ടെന്നും അങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്തിൻ്റെ ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മോഹൻ ജോർജ് വിശദീകരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ക്ലൈറ്റസ് ജോൺ മാത്യൂസിനും ജോസഫ് സാറിനും ഞാനും കൂടി ചീട്ട് കളിച്ചിരുന്നു. അപ്പോൾ ചീട്ട് കളിച്ചിരുന്ന സമയത്ത് ഞാൻ ഈ ഡോക്ടർ ക്ലൈറ്റസ് മാത്യൂസിനോട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ചോദിച്ചപ്പം അദ്ദേഹത്തിന് പറയാൻ അദ്ദേഹം പറഞ്ഞതിലൊക്കെ കൂടുതൽ ഈ മോഹൻ ജോർജാണ് എന്നോട് ഈ മാത്യു സാറിൻ്റെ, അല്ലെങ്കിൽ ബോസ് എന്ന് വിളിക്കുന്ന മാത്യു സാറിൻ്റെ വിവരങ്ങൾ വിശദീകരിച്ച് പറഞ്ഞത്. ഇദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് ഹിൻയുങ് ബ്രോക്ക് ഹോസ്പിറ്റലിൽ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിലെ ഒരാൾ വന്ന് രോഗിയായി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ അദ്ദേഹത്തിന് കൂടുതൽ പരിശോധന വേണം, ക്യാൻസറിൻ്റെ സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടു. എങ്കിലും പിന്നീട് പരിശോധനയ്ക്ക് വിധേയമായി അദ്ദേഹം ക്യാൻസർ രോഗിയാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാരങ്ങളും എല്ലാ ഉന്നതമായ പദവികൾക്കും അപ്പുറത്തേക്ക് മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ ആ ഡോക്ടറോട് ദേഷ്യപ്പെട്ട, ഈ ജോൺ മാത്യൂസിനോട് ദേഷ്യപ്പെട്ട ആ ഉന്നത നേതാവ് പിന്നെ ശാന്തനായി അദ്ദേഹം ഈ ഡോക്ടറോട് പറഞ്ഞു, താങ്കൾ എൻ്റെ മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അതിനുശേഷം ജീവിതത്തിൻ്റെ ഈ അയഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് അവിടെ എൻ്റെ മരണ ശുശ്രൂഷയിൽ പ്രസംഗിക്കണം എന്നാവശ്യപ്പെട്ടു. ജീവിതത്തിൻ്റെ ഒരുപാട് കടുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ള ഈ ജോൺ മാത്യു സാറ് അത് സമ്മതിക്കുകയും അവിടെ പോയി പ്രസംഗിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇദ്ദേഹവും വളരെ ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്നയാളാണ്. 1979 മാർച്ച് 30 46 പേരുടെ മരണത്തിന് കാരണമായ കുമ്പഴ ബസ് അപകടം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ ചെറുപ്പത്തിലൊക്കെ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. അതിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ശങ്കരത്തിൽ ജോൺ മാത്യുവും അമ്മ മറിയക്കുട്ടിയും 2 പേരും അധ്യാപികയും അധ്യാപകനുമായിരുന്നു. അവർ 2 പേരും മരിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ പ്രധാന അധ്യാപകനായിരുന്ന ഫിലിപ്പോസും KM ഫിലിപ്പോസും ആ അപകടത്തിൽ മരിച്ചു. കൂട്ടുകാരൻ ഗോകുൽദാസ് എന്ന് പറഞ്ഞ ആളും അപകടത്തിൽ മരിച്ചു. അങ്ങനെ 3 സഹോദരന്മാരായിരുന്നു ഇവരുടെ വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടിലേക്ക് പോയി. അദ്ദേഹം MBBS പഠിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. പിന്നീട് ഇവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലായി. അതിനിടയിൽ ഇദ്ദേഹത്തിനൊരു ദുരന്തം കൂടി സംഭവിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ഇദ്ദേഹം ബൈക്കിൽ നിന്ന് വീണ് ഇദ്ദേഹത്തിൻ്റെ നടുവിന് പ്രശ്നം പറ്റി 10 മാസത്തോളം കിടപ്പായി. ഈ കിടപ്പായ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സഹ MBBS വിദ്യാർത്ഥിയായിരുന്ന അനിത എന്ന് പറഞ്ഞ സുഹൃത്ത് ഇദ്ദേഹത്തെ പരിചരിക്കുകയും അങ്ങനെ ഇദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് 2 വർഷങ്ങൾക്ക് ശേഷം MBBS പഠിച്ച് വീണ്ടും ഡോക്ടറായി മാറുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറായി മാറി അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം
അദ്ദേഹത്തെ പരിചരിച്ച അനിത അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി മാറി. അവർ പിന്നീട് 1982 പഠനം പൂർത്തിയാക്കി അവർ ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി. തൊട്ടു പുറകെ ഈ 84 ഇദ്ദേഹവും ഈ ക്ലൈറ്റസ് ജോൺ മാത്യു സാറും ഈ ഇംഗ്ലണ്ടിലേക്ക് എത്തി. ഇവർ രണ്ടുപേരും ഈ കേംബ്രിഡ്ജ് ഹിഞ്ചുങ് ബ്രൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും എൻ്റെ ദുരന്തങ്ങൾ ഇദ്ദേഹത്തെ വിട്ടുപോയില്ല. ദുരന്തങ്ങൾ ഇദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അനുജൻ ഇതിൻ്റെ ഇടയിൽ മരിച്ചു. അതോടൊപ്പം തന്നെ ഡോക്ടർ അനിതയ്ക്ക് ഒരു ദിവസം നടുവേദനയ്ക്ക് ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോഴാണ് ഡോക്ടർ അനിതയ്ക്ക് എന്തോ അതിനപ്പുറത്തേക്കുള്ള രോഗമുണ്ട് എന്ന് സംശയം വരികയും അദ്ദേഹം അവരെ പരിശോധിക്കണമെന്ന് ഡോക്ടർ പറയും. പിന്നീട് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്തു. അനിത മരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു. അവർ വളരെ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങി. പക്ഷേ ഈ അനിതയുടെ ഈ രോഗവിവരം അറിഞ്ഞ ഡോക്ടർ ക്ലൈറ്റസ് ജോൺ മാത്യു വളരെ ദുഃഖിതരായിരുന്നപ്പോൾ അനിത ഡോക്ടറോട് പറഞ്ഞു, താങ്കളെ ഞാൻ 10 മാസക്കാലം ബൈക്കിൽ നിന്ന് വീണ് കിടന്നപ്പോൾ പരിചരിച്ച് രക്ഷപ്പെടുത്തിയില്ലേ, അതുപോലെ താങ്കൾ എന്നെയും പരിചരിച്ച് നമ്മൾ രക്ഷപ്പെടും എന്ന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനാണ് അന്ന് അനിത ശ്രമിച്ചതെന്നാണ് ഡോക്ടർ മാത്യൂസ് പറഞ്ഞത്. എന്താണെങ്കിലും അനിത മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് ഈ അവരെ അടക്കേണ്ട സ്ഥലം, കേംബ്രിഡ്ജിൽ അവരെ അടക്കേണ്ട സെമിത്തേരി പോയി കാണുകയും ആ സെമിത്തേരിയിൽ എവിടെ അടക്കണമെന്നും ആ ശവസംസ്കാര ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണമെന്നും അവർ വിശദമായി ഒരു നോട്ട് ഡോക്ടർ മാത്യു സാറിനെ ഏൽപ്പിക്കുകയും അങ്ങനെ അവർ മരണത്തിന് കീഴടങ്ങുകയുമാണ് ചെയ്തത്. അങ്ങനെ മാത്യു സാർ വീണ്ടും ഏകനായി മാറി. അദ്ദേഹം പിന്നീട് 2021 ശ്രീലേഖ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരുടെ ഭർത്താവും മരിച്ചതായിരുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബവും അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളും അതിൽ നിന്ന് സർവൈവ് ചെയ്ത് അദ്ദേഹം ഇന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയായി ഈ അനിതയുടെ പേരിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് അതിൽ അനിത ലിവിങ് മെമ്മറി എൻഡ് ഓഫ് ലൈഫ് കെയർ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അദ്ദേഹം കേരളത്തിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മരിക്കാറായി കിടക്കുന്ന രോഗികളെ ഇദ്ദേഹം പോയി കാണുകയും അവരെ വളരെ പീസ്ഫുള്ളായി മരണത്തിലേക്ക് നയിക്കാൻ, മരണമെന്ന് പറയുന്ന ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ആർക്കും മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് മേരി ജോൺ തോട്ടത്തിൻ്റെ ഒരു കവിത ഇപ്പോൾ ഓർമ്മ വരികയാണ്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നടങ്ങി കാലചക്ര വിഭ്രമത്തിൽ എന്തിനീ ശങ്ക മാറ്റമില്ലതിൽ എന്ന ആ കവിതാശകലം ഇവിടെ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് മരണമെന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യരെ ആനയിക്കുക, അവരെ നയിക്കുക, അതിനെ യാഥാർത്ഥ്യബോധത്തോടെ അവരെ അതിലേക്ക് നടക്കാൻ സഹായിക്കുക എന്നുള്ള ഒരു സഹായമാണ് ഇന്നിപ്പം ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസവും അദ്ദേഹം മാസം 2 ദിവസം ഇപ്പോഴും ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകും. റിട്ടയർ ചെയ്തു എങ്കിലും ജോലിക്ക് പോകും. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മരിക്കാറായി കിടക്കുന്ന, പ്രത്യേകിച്ച് ഈ ക്യാൻസർ മൂലമൊക്കെ മരിക്കാറായി കിടക്കുന്ന, മരണത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു ഡീസൻറ്റ് എക്സിറ്റ്, ഒരു ഫെയർ എക്സിറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മരണത്തിൻ്റെ വാതിലിലേക്ക് നയിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മം നടത്തുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ഡോക്ടർ ക്ലൈറ്റസ് ജോൺ മാത്യൂസ് എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മോഹൻ ജോർജിലൂടെ അറിയാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പിന്നീട് മനോരമയിലായി വന്ന ഒരു വാർത്ത കാണാനിടയായി. ആ വാർത്തയിലൂടെയാണ് കൂടുതൽ വിവരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ മനുഷ്യനന്മയുടെ, ഇപ്പം മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു മനുഷ്യനന്മ എന്ന് പറയുന്നത്. മനുഷ്യരെ ഒരു ഫെയറായി മരിക്കാൻ സഹായിക്കുക എന്നുള്ളതും ഒരു വലിയ മനുഷ്യ നന്മ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മനുഷ്യനെ തയ്യാറാക്കുക, യാഥാർത്ഥ്യബോധത്തോടെ അവരെ മരണത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ വേദനകളിൽ നിന്ന് കഴിയുന്നത്ര ശാന്തി നൽകുക. ഇത്തരം വരുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ 65 വയസ്സ് പിന്നിട്ട
മാത്യു സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം യാത്രകളിലും അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒഴിവ് അല്ലെങ്കിൽ അതിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ഇന്ന് അദ്ദേഹം എൻജോയ് ചെയ്തിരിക്കുന്നത്.